വൈറ്റ്ലക്സിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. സ്റ്റീവൻ ഗ്രേസ് ഇന്നലെ ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ അവരെടുക്കാൻ വേണ്ടി അങ്ങനെ വന്നതാ. ഇന്നലെ ഉണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു, കാറ്റും മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ കറണ്ട് ഉണ്ട്, ഞങ്ങളുടെ അവിടെ കറണ്ട് പോയേക്കാണ്. ഞാൻ ഉറക്കപ്പിച്ചിൽ എനിക്ക് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് മുഖത്തൊരു ചെറിയൊരു ഉറക്കപ്പിച്ചുണ്ടാവും. പിള്ളേരെ സ്റ്റീവൻ ഗ്രേസും മാനൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവരൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൂടെ എണീപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഗുഡ് മോർണിംഗ്. അപ്പൊ മാനിക്കടന്റെ ഉറക്കത്തിന് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. ചായക്കുള്ള പാല് എടുത്തു. ദോശമാവൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടാ പള്ളിയിൽ പോയായിരുന്നു. അപ്പൊ ഞാൻ ഇനി ദോശ ഉണ്ടാക്കട്ടെ. അത് ദോശയിൽ സാമ്പാർ വയ്ക്കട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ ഇന്ന് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി വന്ന് നേരെ ഇവിടേക്ക് നമ്മുടെ കോഴികളുടെ അടുത്തേക്കൊക്കെ വന്നേക്കാണ്. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി, സൂപ്പർ മഴയായിരുന്നു. ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. മിഡു പിള്ളേരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയേക്കാണ്, മിഡുവിൻ്റെ വീട്ടിലേക്ക് പോയേക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഒന്നും മഴ പെയ്തതിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ കാണിച്ചു തരാനായിട്ടൊന്നും പറ്റില്ല. ഇന്നലെ രാത്രി ഇനി വീഡിയോ എടുത്തൂല. നല്ല മഴ പറഞ്ഞാൽ സൂപ്പർ മഴയായിരുന്നു കേട്ടോ. തകർപ്പ മഴയായിരുന്നു. മാങ്ങ വീണ് കിടക്കണം. ആക്ച്വലി ഞാൻ നേരത്തെ ഓടി ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ സിറ്റുവേഷൻ എന്തെന്ന് അറിയാനാണ്. എന്തെങ്കിലും മരങ്ങൾ വീണോ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും നിൽക്കാണ് എല്ലാവരും ഇവിടെ ഈ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് പേര് നനഞ്ഞിട്ടുണ്ടല്ലോ, എന്താ സംഭവം? മുട്ടയൊക്കെ അവിടെയൊക്കെ ഇട്ടിട്ടേക്കാം. ഇത് താറാവുകളുടെ ഉണ്ടോ മുട്ട? കോഴികളൊന്നും മുട്ട ഇടുന്നില്ല. താറാവുകൾ ആ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൊയിലുകൾ അതിൻ്റെ ഉള്ളിൽ കയറി രക്ഷപ്പെട്ടിരിക്കുകയാണ് മഴയത്തുനിന്ന്. നമ്മുടെ താറാവും കുഞ്ഞുങ്ങൾ എത്ര ആയിട്ടാ? കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കട്ടെ. എല്ലാവർക്കും തീറ്റയായി, എല്ലാവരും ഹാപ്പി. ഒരൊച്ചയിലെ ബഹളവും ഇല്ല. കുറേ എണ്ണത്തിന് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തീറ്റ ഇട്ട് കൊടുത്ത് അടച്ചേക്കാണ്. അല്ലെങ്കിൽ ഇവർക്ക് തീറ്റ കിട്ടുന്നില്ല. തീറ്റകൾ കുഞ്ഞുങ്ങൾ പാവങ്ങൾ കോഴികളെ ആശ്രയിച്ച് വേണം നടക്കാനായിട്ട്. അങ്ങനെ ഗ്രേസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗ്രേസ്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ് ഗ്രേസിന് രാത്രി ഉറങ്ങണം നേരത്തെ ഇടാൻ വേണ്ടി. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കണം. നല്ലതല്ലേ ഗ്രേസ്? എങ്ങനെയുണ്ട് ഡ്രസ്സ്? സൂപ്പർ. നല്ല എനിക്കറിയില്ല, നിങ്ങളല്ലേ എവിടെ ഉണ്ടായിരുന്നേ? മനുഷ്യനോട് ചോദിക്കുക എവിടെയാന്ന്. നല്ല മെറ്റീരിയലാണ് കേട്ടാ. ഇടാനും നല്ല സുഖമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് അല്ല, പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റിയെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. നല്ല 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 ഡ്രസ്സാണ് അല്ലേ? ഇടാൻ എങ്ങനെയുണ്ട്? ഇതാണോ മറ്റേതാണോ? വേറെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായില്ല, അതാണോ നല്ലത്? ഇടാൻ നല്ലത് ഇതാ. ഓക്കെ, ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് പോവാം. ഞാൻ ദോശ ഉണ്ടാക്കി തരാം. ആ റൂമിലുണ്ടാവും, അമ്മാമ്മയുടെ റൂമിൽ. പിന്നെ ഗ്രേസിനുള്ള ദോശ ഉണ്ടാക്കട്ടെ. പറമ്പിലേക്ക് വന്നപ്പോൾ നമ്മുടെ പറമ്പ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുല്ല് കെട്ടിയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മഴ പെയ്തെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ പുല്ലൊക്കെ ശരിക്കും ഇങ്ങനെ ഉണങ്ങി അങ്ങോട്ട് ഇതായി വന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ മഴ പെയ്തു. ഇപ്പോൾ വളമായിട്ട് മാറി പുല്ല് ഇപ്പോൾ അടിപൊളിയായിട്ട് വീണ്ടും വളർന്നു വരും. എന്നിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാവുമ്മ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ദിവസങ്ങളിൽ കട്ട് ചെയ്യണം. കണ്ട 4-5 ചക്കയുണ്ട്. ഇതിനെ മിഡു ഈ ദിവസങ്ങളിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം. ഒട്ടും പ്രതീക്ഷിക്കാത്ത മഴയായി പോയി. നിങ്ങളവിടെയൊക്കെ മഴ പെയ്തെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും പെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഏരിയയിൽ മാത്രം പെയ്തിട്ടുള്ളൂ എന്നാണ് തോന്നണേ. നിങ്ങളുടെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടി പെയ്ത മഴയാണെന്ന് അറിയില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മഴയുടെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിലപ്പോൾ ചില ഏരിയയിലേക്ക് ചിലവർക്ക് വെള്ളം കിട്ടാണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവായിരിക്കാം.
അപ്പോൾ അവരുടെ പ്രാർത്ഥനയായിരിക്കും ദൈവം ഇപ്പോൾ കേട്ടിട്ടുണ്ടാവുക. എന്തായാലും നല്ല മഴയായിരുന്നു, സൂപ്പർ മഴയായിരുന്നു. അപ്പം ഞാൻ ഇനി വീട്ടിലേക്ക്, അമ്മയൊന്നും ഉറക്കത്തിൽ നിന്ന് പോലും എനിട്ടിട്ടില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അമ്മേനൊക്കെ എനിപ്പിക്കാനായിട്ട്. അപ്പം പോട്ടെ, വീട്ടിൽ ചെന്നിട്ടാണ്. ഒരു കാര്യം കൂടിയും പറയട്ടെ, മാവുകളൊക്കെ ശരിക്കും നല്ല രീതിയിൽ പൂത്തിട്ടുണ്ടായിരുന്നു. മഴയോടുകൂടി ഒക്കെ കണ്ണിമാങ്ങയായിട്ടും പൂവും ഒക്കെ കൊഴിഞ്ഞ് എല്ലാം നിലത്ത് വീണു. അതുണ്ടായി ആകെ ഒരു കാര്യം. പാളയംപറമ്പിലത്തെ വീട്ടിലേക്ക് വരുമ്പോഴേ ഇവിടെ ഒരു വാഴയുണ്ടായിരുന്നു. ഞാനിത് വലിച്ചു കെട്ടണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സംഭവമായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ലായിരുന്നു. അവിടെ ഫുള്ള് മൂത്തിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആളിന്നലെ മഴയത്ത് വീണു. ഒരു അപകടം കൂടാതെ ആരാണ്ട് വെട്ടിയ പോലെ ശരിക്കും അവിടെ വെച്ച് ഒടിഞ്ഞിങ്ങോട്ട് വീണു. അങ്ങടങ്ങ് വീണെങ്കിൽ മതിൽ പോയായിരുന്നു. എന്തായാലും സംഭവം സേഫായി ലാൻഡ് ചെയ്തു. പുല്ലൊക്കെ ശരിക്കും നനഞ്ഞു, ചെടികളൊക്കെ ചെന്നായിട്ട് നനഞ്ഞു. ഇവിടെ അത്രയേ ഉള്ളൂ, ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം സേഫ്. കുറേ ചവറും ഇതൊക്കെ വീണിട്ടുണ്ട്, ക്ലീൻ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ ഈ മാവ് പൂത്തുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെയും കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞ് നിലത്ത് വീണു. മാവ് പൂത്തത് ഒരു 75% നിലത്ത് വീണിട്ടുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ആരുടെ ഞങ്ങളുടെ മാവുമേന്നും മരം മുറിച്ച് തിന്നണേ? അപ്പം അമ്മേനെ എനിപ്പിച്ചു. ഇനി ചോറ് വയ്ക്കണം. അപ്പോഴേക്കും വീട് വരുമായിരിക്കും. കറണ്ട് ഇന്നലെ പോയതാണ്ടോ, ഇനി എപ്പോഴാണ് വരാമെന്നറിയില്ല. ഈ ഏരിയ മൊത്തം എല്ലാവരുടെയും കറണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ ഒന്നും കറണ്ടിന് കുഴപ്പമൊന്നുമില്ല. അവിടെയൊക്കെ കറണ്ട് ഇന്നലെ രാത്രി പോയെങ്കിൽ അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് കറണ്ട് പോയാൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കിളികളുടെ ശബ്ദം കേൾപ്പിച്ചാൽ അവിടെ നിന്ന് ചെറുതായിട്ട് ഗ്ലോറിയും വരുന്നുണ്ട്. അപ്പം അങ്ങനെ മിടു പിള്ളേരായിട്ട് വന്നിട്ടുണ്ട്. ഉറക്കത്തിൽ തന്നെ എല്ലാരും ഗുഡ് മോർണിംഗ്. ആ പിന്നെ കുറച്ചു നേരം പോവാന്ന് പറഞ്ഞു. ഇല്ല, വെള്ളം എന്താണാവും. മിടു എന്നേക്കാവുമ്പോ ചായയൊക്കെ വെക്കാന്ന് വിചാരിച്ചായിരുന്നു, നടന്നില്ല. ഇതെന്തിരി കാണിക്കണേ? ചെരുപ്പ് അവിടെ നനഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നില്ല ചെരുപ്പിന്. കുറച്ച് ദിവസം പറഞ്ഞായിരുന്നു എന്തെങ്കിലും. ഇല്ല, ഒന്നും പറഞ്ഞില്ല. പറയണ്ടേ? പറയണം. സർപ്രൈസ് ആരെയും ഗസ് ചെയ്യുമോ നമുക്ക് പിന്നീട് ചോദിക്കാം. കണ്ണടക്ക് ഏടാ. ഹലോ മീനും കുട്ടികൾ. ഹലോ, സേ ഹായ്. ഹായ് ഹായ്. ഓടിപ്പോലെ ഓടിപ്പോലെ ഓടിപ്പോലെ. എൻ്റെ മീനും കുട്ടി ഓടിപ്പോന്നു. അയ്യാണോ കുഞ്ഞുവാ. എനിക്ക് പോവാൻ അമ്മ ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. അപ്പൊ നമുക്ക് മീൻ കുട്ടികളെ വീണ്ടും കാണാം. ഹലോ എനിക്കെല്ലാവരും ഹലോ ഹലോ കുട്ടി.
ഇഷ്ടമാണ്. ഞാൻ നോക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ കഞ്ഞിയാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സണ്ണിചേട്ടൻ കൊള്ളിക്കിഴങ്ങും കൂർക്കൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. ഷൂട്ട് ചെയ്യണോ? ഗ്രേസ് എവിടെയാ? ഷൂട്ട് ചെയ്തു. ആര് ഷൂട്ട് ചെയ്യാൻ പോണേ? ഡൈനോസോറിനെയാ? Clues, dino clues. Understand dino scales. So we need to bring the dino. അപ്പതേ കിഴങ്ങിന് ഞാൻ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പൊ ഗ്രേസ് ആണ് എനിക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് തരണേ കേട്ടാ, ഗുഡ് ഗേൾ ആയിട്ട് അല്ലേ? വേപ്പിലെടുത്തത് കൊണ്ട് തന്നു, എല്ലാം ഉണ്ട് കൊച്ചു ചെയ്യണ അല്ലേ? ഗുഡ് ഗേളാണ്. സൂക്ഷിച്ച് കഴിക്കട്ടാ. കഴിഞ്ഞിട്ടില്ലേ ഇതൊന്നും ചെറിഞ്ഞില്ലേ? നല്ലോണം ചതക്കി പയ്യെ താഴത്ത് കളയാണ്ട്. അപ്പൊ ഞാനേ അച്ചാറ് തീർന്നിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു മാങ്ങേനെ, നമ്മുടെ വീട്ടില് അച്ചാർ അധികം ഓടില്ലെന്നല്ല, എന്താ മാങ്ങ വേണോ? ദേ മാങ്ങ അപ്പയ്ക്കും ആ. അപ്പൊ പെട്ടെന്ന് തീരും മാങ്ങയല്ല എന്താ അച്ചാറ് പെട്ടെന്ന് തീരും. അപ്പൊ ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ അച്ചാർ ഇടാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു 3-4 മാങ്ങ ഇരിക്കണ്ടായിരുന്നു. കുരുന്നരിനേരം ചോളപ്പറിലിട്ട് കട്ട് ചെയ്ത് ദേ വരണേ. അങ്ങനെ കട്ട് ചെയ്ത് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ദേ വന്നിടാ. പിന്നെ മാങ്ങേനതേ ഇതിലിട്ടിട്ടുണ്ട്. ഇതിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഈ ഉണ്ടാക്കണ അച്ചാറ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണമെന്നല്ല കേട്ടോ, ഇത് പെട്ടെന്ന് തീരും. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇന്നത്തെ കിഴങ്ങുപ്പേരി സ്പെഷ്യലിസ്റ്റ് സണ്ണിചേട്ടനാണ്. അയ്യോ എന്നാ മഞ്ഞപ്പൊടി, മുളക് പൊടി അതാ പറയണല്ലോ. എന്നാലും അത് മാങ്ങ കുറച്ച് മതി. ഓൾറെഡി വേവിച്ച മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഭയങ്കരമായിട്ട് ഓവറാവണ്ട, എന്നാലും ആവശ്യത്തിന്. പിള്ളേർ കൂടി കഴിക്കേണ്ടതല്ലേ. മുളക് പൊടി കഴിക്കും. ആ, ഉപ്പേരിക്ക് ഓവറാക്കരുത്, പുകയരുത്. പക്ഷെ ആ പാത്രത്തിന് നമ്മുടെ കിഴങ്ങ് കൊള്ളൂല്ല. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. പണ്ടേ സ്കൂളിൽ ഒക്ടോബർ 2-ാം തീയതി സേവനവാരം ആഘോഷിക്കും. അപ്പൊ സ്കൂളിലെ പുല്ലൊക്കെ ഞങ്ങളെ കൊണ്ട് പറപ്പിക്കും. ആ, സ്കൂളിലെ പുല്ല് മുഴുവൻ നമ്മളെ കൊണ്ട് പറപ്പിച്ച് എന്ന് വെച്ചാൽ അതൊരു സേവനവാരമുള്ള അന്ന് ഒക്ടോബർ 2 എന്ന് പറയുന്നത്, ഗാന്ധി ജയന്തിക്ക്. അപ്പൊ നമ്മളതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് അത് അന്ന് പറിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമല്ല. എല്ലാ പിള്ളേരൊക്കെ കൂടി ചേർന്ന് പുല്ലൊക്കെ പറിച്ച് ഞാനൊക്കെ ഹെൽത്ത് ക്ലബിലുണ്ടായിരുന്നു. ഞാനൊക്കെ ഹെൽത്ത് ക്ലബിലുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എക്സ്ട്രാ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടാവും, ക്ലീനിങ് ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ പിള്ളേർക്കും കിഴങ്ങുപ്പേരിയും കട്ടൻ ചായയും അത് തരും ലാസ്റ്റ്. അത് കഴിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ പോണത്. വാഴലയിൽ ഓരോ കഷ്ണം വാഴല കീറി തന്നിട്ട് അതിൽ ഇങ്ങനെ കറിയും കട്ടൻ ചായ സൈഡിലും കൊണ്ടുവച്ചു. അടിപൊളി. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇത് പെരിയണമെന്നുള്ള നിയമി എടി തന്നിട്ട് ചെയ്യണ്ടേ നീ. കിട്ടേ. അപ്പൊ നമ്മുടെ പാത്രം ചെറുതായി പോയോണ്ട് 2-3 വർഷം ലാസ്റ്റ് എടുക്കാം. സൂപ്പറായിട്ട് അങ്ങനെ എത്ര കരിയണം വരും, ടേസ്റ്റ് കിട്ടും. ഞാനാണ് കരിച്ചെങ്കിൽ കരിഞ്ഞാന്ന് പറയും.
കുഴപ്പമൊന്നുമില്ല, ചിലപ്പോ കഴിഞ്ഞിട്ടാവില്ല കേട്ടോ. കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഇതായിരിക്കും ഈ കയ്യിൽ കളിക്കാൻ സ്ക്രാച്ച് വീടില്ലേ, മറ്റേ കയ്യിലെടുക്ക്. മൊത്തം പ്രശ്നങ്ങളുണ്ട്. ആക്ച്വലി ഞാൻ കിഴങ്ങ് ഇതേ മിക്സൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായി, പക്ഷേ ഭയങ്കര കട്ട പോലെ ഇരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്ത ആ പാത്രത്തിൽ ഇത്തിരി വെള്ളം മിക്സ് ചെയ്ത് ഒഴിക്കാമെന്ന്. അപ്പം അതിൽ ആ മസാലയൊക്കെ പോരെയും ചെയ്തോളും, ഇതിനൊരു ഇച്ചിരി ഒരു അയവ് കിട്ടുമല്ലോ. അപ്പോൾ ഭയങ്കര കട്ടയായി പോയി. ഇനി ഒരു കയ്യിൽ ഇത് പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ ചൂടാക്കിയാൽ നേരെ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോകണം. ഇവരുടെ ഈ സ്പൂണുകളൊന്നും ശരിയല്ല. ഈ സാധനം കിടന്ന് കറങ്ങണം. മുമ്പ് നല്ല അടിപൊളിയായിരുന്നു, ഇളക്കാനും പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. നമ്മുടെ കറി ഇങ്ങനെയുണ്ട്. ചെറിയൊരു ഒരനക്കം സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കട്ട പിടിച്ചിരുന്നതിന്. അപ്പം നമ്മുടെ കറി റെഡി. കറിയല്ലല്ലോ, ഒലത്ത് കറി, ഉപ്പേരി എന്തും പറയാം, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ദേ നമ്മുടെ കഞ്ഞിയുടെ സമയമായിട്ടുണ്ട്. കഞ്ഞിയും മരക്കിഴങ്ങും. അപ്പം എല്ലാവരും അച്ചാറുണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് അത് ഇവിടെ ഭയങ്കര കരച്ചിൽ ബഹളമായിരുന്നു. ഇല്ല കൊച്ചു കരഞ്ഞില്ല, ഷീവാണോ കരഞ്ഞേ? ഇല്ല, ഷീവും കരഞ്ഞിട്ടില്ല, ഇവർ രണ്ടുപേരും കരഞ്ഞിട്ടില്ല. ഞാനും വീടും കൂടിയും കറിയായിരുന്നു. അപ്പം നമ്മുടെ ചോറും കറിയൊക്കെ റെഡി. അപ്പം ഇനി കഴിക്കട്ടെ. അമ്മയ്ക്കിന് വിഷമായത് ചേട്ടോ ന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കളിക്കാൻ, അല്ലേ? കളിക്കാൻ വെയിറ്റ് ചെയ്തോണ്ട് നിക്ക. ക്യാമറയുടെ ഉള്ളില് കണ്ണു വെച്ച് നോക്കിയാൽ കൊറേ സാമ്പിൾ കാണിക്കും. ലൈറ്റ് കത്തി കത്തും. ക്യാമറക്ക് കൊണ്ടുപോവാണ്. പിന്നെ ലൈറ്റ് കത്തിച്ച പ്രൊജക്ടറിന്റെ പോലെ അതിലുള്ള സാമ്പിൾ കാണിക്കും. അപ്പൊ പിന്നെ രണ്ട് ഈച്ചയില് ഇത് സൂക്ഷിക്കാത്ത പെട്ടെന്ന് ഇടുന്നതിന് ഇത് ഭയങ്കര ഇങ്ങനൊക്കെ വലിക്കണം എന്നിട്ടൊക്കെ പറയണേടി. അപ്പയുടെ ഹെൽമെറ്റ് മാറ്റി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണേ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ.